വീഡിയോ കണ്ടു തീരുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഓരോന്നായി മാറുന്നത് നിങ്ങൾ നേരിട്ട് കാണാൻ പോവുകയാണ്. വെറും വാക്കല്ല, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചില രഹസ്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. നിങ്ങളുടെ ഏത് വലിയ ആഗ്രഹവും എളുപ്പത്തിൽ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ഒരു മെഡിറ്റേഷൻ. ഇത് എങ്ങനെയാണ് കൃത്യമായി ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. പലപ്പോഴും നമ്മൾ തോറ്റുപോകുന്നത് കഴിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ചിന്തകൾ തന്നെ നമ്മെ തോൽപ്പിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ തലച്ചോറിനെ വിജയത്തിന് വേണ്ടിയിട്ട് റീപ്രോഗ്രാം ചെയ്യാൻ സഹായിക്കുന്ന 5 പവർഫുൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്ന് പഠിക്കും. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടും വിജയിക്കാത്തതിന് പിന്നിൽ നിങ്ങൾ പോലും അറിയാത്ത ഒരു കാരണമുണ്ട്. നിങ്ങളുടെ പ്ലാനുകൾ മറ്റുള്ളവരോട് പറയുന്നത് നിങ്ങളുടെ വിജയത്തെ എങ്ങനെ തടയുന്നു എന്നും അത് എങ്ങനെ രഹസ്യമായി വെച്ച് വിജയിക്കാം എന്നുള്ള സീക്രട്ട് സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. ഒന്നും ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഈ പറഞ്ഞ ടെക്നിക്കുകൾ മാത്രം ഉപയോഗിച്ച് ഞാൻ എങ്ങനെ ഇവിടെ വരെ എത്തി. എൻ്റെ ഈ യാത്രയിലെ ഓരോ ഘട്ടവും നിങ്ങൾക്ക് വലിയൊരു പാഠമായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വെറും ഒരു വീഡിയോ എന്ന നിലയിലല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആ വിങ്ങലുകൾക്കും പ്രാർത്ഥനകൾക്കും ഒരു ഉത്തരമായിട്ടാണ്. വർഷങ്ങളായി ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്നവർ, എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും കരിയറിൽ വിജയിക്കാത്തവർ, അല്ലെങ്കിൽ ഒരു നല്ല ജീവിതം സ്വപ്നം കാണുന്ന ഒരുപാട് പേർ. നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുന്നത് യാദൃശ്ചികമല്ല. ഈ തരുന്ന മിനിറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവാകാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തുകൊണ്ട് പലപ്പോഴും പരാജയപ്പെടുന്നു. നമ്മുടെ ചിന്താഗതിയെ മാറ്റുന്ന 5 ശക്തമേറിയ വാക്യങ്ങൾ. 24 മണിക്കൂറിനുള്ളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന മെഡിറ്റേഷൻ. വീഡിയോയുടെ അവസാനം വരെ കൂടി ഉണ്ടാവുക, കാരണം ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിനെ മാത്രമല്ല നിങ്ങളുടെ ഭാവിയെയും മാറ്റാൻ പോകുന്ന ഒന്നാണ്. നമ്മൾ ഒരു നല്ല കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? നമ്മുടെ കൂട്ടുകാരോടോ നമ്മുടെ അയൽവക്കക്കാരോടോ ബന്ധുക്കളോടോ അത് പറയും. ഒരു പക്ഷേ നിങ്ങൾ പ്രഗ്നൻസി ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാവാം, അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുകയാവാം. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ അത് രഹസ്യമാക്കി വെക്കുക. പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മളോട് സ്നേഹമുണ്ടാകാം, പക്ഷേ അവരുടെ ഉള്ളിലെ അതൊക്കെ നടക്കുമോ എന്ന ചെറിയൊരു സംശയം മതി നിങ്ങളുടെ പോസിറ്റീവ് എനർജിയെ തകർക്കാൻ. നിങ്ങൾ അമ്മയാകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഓരോ മാസവും വരുന്ന ചോദ്യങ്ങൾ നിങ്ങളെ എത്രമാത്രം തളർത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി നിങ്ങളുടെ പരിശ്രമങ്ങൾ രഹസ്യമാക്കി വെക്കുക എന്നതാണ്. വിജയത്തിന്റെ ശബ്ദം മാത്രം ലോകം കേൾക്കട്ടെ. സത്യം പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ആത്മവിശ്വാസം എനിക്ക് പണ്ടേ ഉണ്ടായിരുന്ന ഒന്നല്ല. എന്നോട് പേഴ്സണലി സംസാരിച്ച ഒരുപാട് പേർ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേർ നമ്മളോട് കമൻ്റ് ആയിട്ടും നമുക്ക് മെസ്സേജ് ആയിട്ടും ഒക്കെ പറയാറുള്ള കാര്യമാണ്, ചേച്ചിയോട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിന് ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നു എന്നുള്ള കാര്യം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണ വ്യക്തിയായിരുന്നു. ഒന്നിനും വ്യക്തതയില്ലാത്ത സമയം. ചുറ്റുമുള്ളവർ എന്നെ കളിയാക്കുമായിരുന്നു. നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പലരും മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് മനസ്സാകെ തകർന്നു പോയിരുന്നു. ആരെങ്കിലും ഒന്ന് മിണ്ടിയാൽ പോലും എനിക്ക് കരച്ചിൽ വരുമായിരുന്നു. പക്ഷേ ആ ഇരുട്ടിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ എല്ലാം പഠിച്ചത്. ഞാൻ ആദ്യം ചെയ്ത ഒരു കാര്യം എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ആരോടും പറയാതിരിക്കുക എന്നതായിരുന്നു. നമ്മളൊരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ നിനക്ക് പറ്റില്ല എന്ന് പറയാൻ 100 പേര് കാണും. ആ നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിലേക്ക് കയറിയാൽ നമ്മുടെ ആത്മവിശ്വാസം തകരും. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സാധിക്കുന്നത് വരെ അത് രഹസ്യമാക്കി വെക്കുക. വർക്ക് ഹാർഡ് ഇൻ സൈലൻസ്, ലെറ്റ് യുവർ സക്സസ് ബി യുവർ നോയ്സ്. ഈ ഒരു സ്ട്രാറ്റജിയാണ് എൻ്റെ ജീവിതം മാറ്റിയത്. നമ്മുടെ നാട്ടിലൊരു രീതിയുണ്ട്, നമ്മൾ എന്തെങ്കിലും പുതിയത് തുടങ്ങാൻ പോയാൽ ഉടനെ വരും ഉപദേശങ്ങളുമായിട്ട് കുറേ പേർ. അതൊന്നും നടക്കില്ല, നിനക്കതിൻ്റെ ബുദ്ധിയില്ല, പൈസ കളയാൻ ഓരോ പരിപാടികൾ. ഇത് കേട്ട് കേട്ട് നമ്മുടെ ആത്മവിശ്വാസം ഇല്ലാതാകും. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾക്ക് മാത്രമാണ് അറിയാവുന്നത്. നമ്മുടെ സ്വപ്നങ്ങൾ ഒരു ചെറിയ ചെടി പോലെയാണ്. അത് വളർന്നു വലുതാകുന്നതുവരെ കാറ്റും മഴയും ഏൽക്കാതെ നമ്മൾ അതിനെ സംരക്ഷിക്കണം. ബി സൈലന്റ് ആൻഡ് വർക്ക്. നിങ്ങളെ കളിയാക്കുവർ നിങ്ങളുടെ വിജയം കണ്ട് അത്ഭുതപ്പെടണം. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇനിയും നമുക്ക് ആ 5 മാജിക്കൽ വാക്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇത് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ കണ്ണാടിയിൽ നോക്കി നിങ്ങൾ പറയുക, ഞാൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഗർഭിണിയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനായി ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ എല്ലാം നിങ്ങൾ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുക. നമ്മളൊരു പുതിയ കാര്യം തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോഴോ ആദ്യം നമുക്കുണ്ടാകുന്നത് പേടിയാണ്. എനിക്ക് വല്ലതും സംഭവിക്കുമോ? എൻ്റെ കുഞ്ഞിന് വല്ലതും സംഭവിക്കുമോ? എനിക്ക് കുഞ്ഞ് ആകുമോ? എൻ്റെ ജോലി പോകുമോ? ഗർഭിണിയാകാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിൽ ഗർഭിണികൾക്കും ഉണ്ടാകുന്ന ഏറ്റവും വലിയ പേടി എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമോ എന്നാണ്. ഈ അഫർമേഷൻ പറയുമ്പോൾ പ്രപഞ്ചം എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും കാവലുണ്ട് എന്ന ഉറച്ച വിശ്വാസം നിങ്ങളുടെ സ്ട്രെസ് ഹോർമോൺസിനെ കുറയ്ക്കും. ഓഫീസിലെയോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുശുമ്പോ ഒന്നും നിങ്ങളെ ബാധിക്കില്ല എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകും.
കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ചുറ്റിനും ഒരു വെളുത്ത പ്രകാശം ആവരണം ചെയ്തിട്ടുണ്ടെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് പറയുക, ഞാൻ എപ്പോഴും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി കെട്ടാറുണ്ട്. എനിക്കിനി ഒരു അമ്മയാകാൻ കഴിയുമോ? എനിക്ക് ഇത്രയൊക്കെ കിട്ടിയാൽ മതി, ഞാനൊരു സാധാരണക്കാരിയല്ലേ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കും. നിങ്ങൾ നിങ്ങളെ വില കുറച്ച് കാണുമ്പോൾ പ്രപഞ്ചവും നിങ്ങൾക്ക് കുറച്ചേ തരൂ. ഒരു ബിസിനസ് തുടങ്ങുമ്പോഴോ നിങ്ങളൊരു അമ്മയാകാൻ ശ്രമിക്കുമ്പോഴോ പുതിയ കരിയർ സ്വപ്നം കാണുമ്പോഴോ നിങ്ങൾ ആ ലക്ഷറി ലൈഫ് അർഹിക്കുന്നുണ്ടെന്ന് സ്വയം പറയുക. വീട്ടിലെ എല്ലാവർക്കും നല്ലത് കൊടുത്തിട്ട് ബാക്കി വരുന്നത് കഴിക്കുന്നവരാണ് നമ്മുടെ പല സ്ത്രീകളും. നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് അർഹതപ്പെട്ടതാണെന്ന് എന്ന് തിരിച്ചറിയുക. കണ്ണാടിയിൽ നോക്കി നിങ്ങളുടെ സ്വന്തം കണ്ണിലേക്ക് നോക്കി പറയുക, ലോകത്തിലെ എല്ലാ സന്തോഷങ്ങളും അനുഭവിക്കാൻ എനിക്ക് അർഹതയുണ്ട്. അബണ്ടൻസ് എൻ്റെ ജന്മാവകാശമാണ്. ഇവിടെ അബണ്ടൻസ് എന്ന് പറയുന്നത് പണം മാത്രമല്ല, അത് നല്ല ആരോഗ്യം, സ്നേഹബന്ധം, സമാധാനം, കുഞ്ഞുങ്ങൾ എന്നിവ കൂടിയാണ്. പണമില്ല എന്ന് പരാതി പറയുന്നതിന് പകരം അബണ്ടൻസ് എൻ്റെ അടുത്തേക്ക് വരുന്നു എന്ന് വിശ്വസിക്കുക. കടബാധ്യതകൾ ഇരിക്കുന്നവർ എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയുന്നതിന് പകരം പണം സമ്പാദിക്കാനുള്ള വഴികൾ എൻ്റെ മുന്നിൽ തെളിയുന്നു എന്ന് പറയുക. ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നത് പ്രകൃതിയിലെ ഏറ്റവും വലിയൊരു സമൃദ്ധിയാണ്. നിങ്ങളുടെ ശരീരം ആ സമൃദ്ധിക്കായിട്ട് തയ്യാറാണെന്ന് ഈ അഫർമേഷൻ വഴി ഓർമ്മിപ്പിക്കുക. കൈകൾ മലർത്തി വെച്ച് പ്രപഞ്ചത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒഴുകുന്നതായിട്ട് സങ്കല്പിച്ച് നിങ്ങൾ പറയുക, സമൃദ്ധി എൻ്റെ ജന്മാവകാശമാണ്. ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തളരും. IVF ഫെയിൽ ആകുമ്പോൾ നമ്മൾ തളർന്നു പോകും. അല്ലെങ്കിൽ പ്രഗ്നൻസി നോക്കിയിട്ട് കിട്ടാതാകുമ്പോൾ നമ്മൾ തളർന്നു പോകും. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ചോദിക്കും. പക്ഷേ ആ പരാജയം നമ്മളെ വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ചവിട്ടുപടിയാണെന്ന് ഓർക്കുക. ഒരു ജോലി കിട്ടാതിരിക്കുന്നത് അതിനേക്കാൾ നല്ലൊരു ജോലി വരാനിരിക്കുന്നത് കൊണ്ടായിരിക്കാം. ഗർഭധാരണത്തിന് താമസം നേരിടുന്നത് നിങ്ങളുടെ ശരീരം കുറച്ചുകൂടി നല്ല ആരോഗ്യത്തിലേക്ക് മാറാൻ വേണ്ടിയാകാം. എന്തോ വലിയ സന്തോഷം വരാനിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. നെഞ്ചിൽ കൈവച്ച് പൂർണ്ണ ശാന്തതയോടെ പറയുക, എൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവവും എന്നെ വളർത്താനാണെന്ന്. നമ്മൾ മറ്റൊരാളെ പോലെ ആകാൻ ശ്രമിക്കേണ്ടതില്ല. ഇന്നലത്തെ നിങ്ങളെക്കാൾ 1% മികച്ചതാകാൻ ഇന്ന് നിങ്ങൾ ശ്രമിക്കുക. പുതിയൊരു സ്കില്ല് പഠിക്കുന്നത് അല്ലെങ്കിൽ നന്നായി സംസാരിക്കാൻ പഠിക്കുന്നത്, ഇതെല്ലാം വളർച്ചയാണ്. ഒരു നല്ല അമ്മയാകാൻ തയ്യാറെടുക്കുമ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിലും ചിന്തയിലും വരുന്ന മാറ്റങ്ങളെ നിങ്ങൾ അംഗീകരിക്കണം. വളരെ ആവേശത്തോടെ പുഞ്ചിരിയോടെ പറയുക, ഞാൻ വളരുകയാണ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഒരു വിത്ത് മണ്ണിനടിയിൽ കിടന്ന് ചീഞ്ഞഴുകുന്നത് അത് നശിക്കാനല്ല, മറിച്ച് ഒരു വലിയ മരമായി വളരാനാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നോ എന്ന വാക്കിന് പിന്നിലും വലിയൊരു യെസ് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് തന്നെ വേണം. ആ വിശ്വാസമുണ്ടെങ്കിൽ ഏത് വലിയ തകർച്ചയിൽ നിന്നും നിങ്ങൾക്ക് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ എഴുന്നേൽക്കാൻ പറ്റും. ഇനി നമ്മുടെ മാസ്റ്റർ ടെക്നിക്, നിങ്ങളുടെ ഉള്ളിലെ തേർഡ് ഐ ഉണർത്താനുള്ള വഴി. ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ വേഗത്തിൽ തന്നെ യാഥാർത്ഥ്യമാക്കും. രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ഇത് ചെയ്യുക. നിശ്ചലമായി ഇരിക്കുക. സ്ക്രീനിൽ കാണുന്ന ഈ പോയിന്റിലേക്ക് മാത്രം നോക്കുക. അമ്മയാകാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ കുഞ്ഞിനെ കയ്യിലെടുത്ത് ആ മുലപ്പാലിൻ്റെ മണവും കുഞ്ഞിൻ്റെ സ്പർശനവും അനുഭവിക്കുക. വിജയം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആദ്യത്തെ ശമ്പളം കിട്ടുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വലിയ വിജയമാകുന്നതോ സങ്കല്പിക്കുക. 4 മിനിറ്റ് 44 സെക്കൻഡ് ഇത് ചെയ്യുമ്പോൾ ആ സന്തോഷം നിങ്ങളുടെ കണ്ണുകളിൽ കണ്ണീരായി വരണം. അത്രമേൽ ആഴത്തിൽ അത് വിശ്വസിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അത് സാധിച്ചു തരാൻ ഈ പ്രപഞ്ചത്തിന് സാധിക്കും. നിങ്ങൾ ഗർഭിണിയാകാൻ വൈകുന്നതോ ജോലിയില്ലാത്തതോ നിങ്ങൾക്ക് സക്സസ് ഇല്ലാത്തതോ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഇല്ലാത്തതോ ഒന്നും നിങ്ങളുടെ കുറവല്ല, അതൊരു കാത്തിരിപ്പാണ്. മറ്റുള്ളവർ നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവർ എന്ന് വിളിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ചിരിക്കുക. കാരണം നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. നിങ്ങൾ രഹസ്യമായി പ്രയത്നിക്കുക, ബാക്കിയെല്ലാം ദൈവം നോക്കിക്കൊള്ളും. നമ്മൾ സ്ത്രീകൾ പലപ്പോഴും പരസ്പരം മത്സരിക്കാനാണ് പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് മുതൽ നമുക്ക് പരസ്പരം താങ്ങാവാം. ഈ വീഡിയോ കാണുന്ന മറ്റൊരു സഹോദരിക്ക് വേണ്ടി നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുക. അവർ ആഗ്രഹിക്കുന്ന ആ കുഞ്ഞ് അവർക്ക് എത്രയും വേഗം തന്നെ കിട്ടട്ടെ. അവർ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി അവൾക്ക് എത്രയും വേഗം തന്നെ കിട്ടട്ടെ. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നന്മ ആഗ്രഹിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് 100 ഇരട്ടി നന്മ തിരികെ നൽകും, അത് ഉറപ്പാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ഓരോരുത്തരും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ്. തളർന്നു പോകുമ്പോൾ ഈ 5 അഫർമേഷൻസ് ഓർക്കുക. ഐചക്ര മെഡിറ്റേഷൻ ചെയ്യുക. കണ്ണുകൾ അടച്ച് ആ സന്തോഷം അനുഭവിക്കുക. നിങ്ങൾ തനിച്ചല്ല, ഞാനും നിങ്ങളോടൊപ്പം ഈ യാത്രയിലുണ്ട്. നിങ്ങളുടെ വിജയഗാഥകൾ കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ. നിങ്ങളുടെ ഈ മനോഹരമായ യാത്രയിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ സപ്പോർട്ടോ അല്ലെങ്കിൽ കൂടുതൽ സംശയങ്ങളോ ഉണ്ടോ എങ്കിൽ
മടിക്കണ്ട. നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ വാട്സാപ്പ് നമ്പറിലൂടെ എന്നോട് വാട്സപ്പിൽ നേരിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വാട്സപ്പ് നമ്പർ എടുക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്നോട് മെസ്സേജ് അയച്ച് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം തന്നെ ക്ലിയർ ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു മനോഹരമായ വീഡിയോയിലൂടെ വീണ്ടും വേഗം തന്നെ കാണാം. അതുവരേക്കും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഹാപ്പി ആയിട്ട് വെക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ ഡിയേഴ്സ്. ബൈ.